നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഷാദികളായിട്ടുള്ള 12 രാശികളുടെ ഡിസംബർ 7 ഞായറാഴ്ച മുതൽക്ക് 13-ാം തീയതി ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ്. അടുത്തത് മിഥുനക്കൂറാണ്. ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇവർക്ക് ലഗ്നത്തിൽ 6-ലാണ് സൂര്യനും ബുധനും ശുക്രനും ഉള്ളത്. 7-ൽ ചൊവ്വയാണ്. ലഗ്നത്തിൽ ഗുരുവാണ്. 10-ൽ ശനിയാണ്. അതായത് കണ്ടകശനി ആണ്. 6, 4, 7, 10 ശനി വരുമ്പോൾ കണ്ടകശനി എന്നാണ് പറയുക. അതുപോലെ 3-ൽ കേതു, 9-ൽ രാഹു. ഇതാണ് ജീവിതത്തിൽ വിശ്വാസവും അതുപോലെ പ്രവർത്തനത്തിന് ഉത്സാഹവും ഉയരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ചില കടങ്ങൾ ധനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില പഴയ കടങ്ങൾ, ചെറിയ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ സാധിക്കും. ശമ്പളക്കാർക്കും മറ്റുമൊക്കെ ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ജോലി, അവരുടെ കരിയർ സംബന്ധിച്ച് ചില കഠിനാധ്വാനങ്ങളൊക്കെ വേണ്ടിവരും. എന്നാൽ അത് കൊണ്ടുള്ള ഉയർച്ച കാണാവുന്നതാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ, ഓഫീസ് രാഷ്ട്രീയം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുകയാണ് ഇവർക്ക് നല്ലത്. കുടുംബപരമായിട്ട് നോക്കിയാൽ കുറച്ച് ഭിന്നതയുണ്ടാവും. അത് കുടുംബ ബന്ധത്തിലും മറ്റും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ മനസ്സു തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് ആ തെറ്റിദ്ധാരണയൊക്കെ മാറാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റില്ല. എന്നാൽ ചെറിയ തലവേദന, ജലദോഷം മുതലായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. ജലം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഇവർക്ക് പറഞ്ഞിട്ടുള്ളതായ ഈ ആഴ്ച പറയാൻ സാധിക്കുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുക. ഇതൊക്കെയാണ്. 17-ാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ്. എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജുവിനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജുവിനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവ്രതകാലം. അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ, ഏത് നക്ഷത്രക്കാരനാകട്ടെ, ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം, ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ. അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും.